ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായി വീണ്ടും എന്താ പറയുക, വീഡിയോസ് ഒന്നുമില്ല. എന്താ പറ്റിയേ? അതിലേക്ക് തന്നെ വരാം. എന്താ പറ്റിയേ? ഇൻസ്റ്റാഗ്രാമിൽ പോലും വിൻചേച്ചി ഒന്നും ഇടാറില്ല. എന്താ പറ്റിയേ വിൻചേച്ചി എന്ന് ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരാണ്. എല്ലാവർക്കുള്ള ഉത്തരാണ്. അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ, നല്ല ഗംഭീരമായിരുന്നു മക്കളെ കഴിഞ്ഞ പാസ് ചെയ്ത ദിവസങ്ങളെല്ലാം. ഇൻഫ്ലുവൻസർ എ പോസിറ്റീവ് ആയിരുന്നു എനിക്ക്. അപ്പോൾ എന്താ സംഭവിച്ചേ, എന്താണ് ഏതാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറയാം. എൻ്റെ അനുഭവത്തിൽ എനിക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജോലി കഴിഞ്ഞു. ഞാൻ വന്നു. ഒരു ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോൾ എനിക്ക് നെഞ്ഞത്താകെ എന്തോ ഒരു മാതിരി കരകരപ്പ് പോലെയോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തണുത്ത വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീലിംഗ് വരില്ലേ, അതുപോലുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഈവന്റ് കഴിഞ്ഞ് വരികയാണ് ഞാൻ. അപ്പോൾ അവിടെ ഫുള്ളായിട്ട് പുറത്ത് കാര്യങ്ങളൊക്കെ നല്ല തണുപ്പുണ്ട് ദുബായിൽ. അപ്പം ആ പുറത്തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടും പിന്നെ എന്താണ് പറയുക, തണുത്തത് വല്ലതും ഞാൻ കഴിച്ചിട്ടുണ്ടാവാം, അത് കാരണം കൊണ്ട് തൊണ്ടയൊന്നും ഇതായിരിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുടുവെള്ളമൊക്കെ കുടിച്ചു, ആവിയൊക്കെ പിടിച്ചു. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. ഒരു 3:30 മണിയായിട്ടുണ്ടാവും. എനിക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല മക്കളെ. അത്രയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിന്ന് എനിക്ക് തന്നെ പറ്റാത്ത പോലെ, എനിക്ക് കണ്ണേട്ടനെ, അടുത്ത് കിടക്കണ കണ്ണേട്ടനെ എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്രയും ഷിവറിങ്, അത്രയും ഒരു എന്താണ് പനി, പനിയാണോ ഇനി എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആകെ ഞാൻ കണ്ണേട്ടനോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ കണ്ണേട്ടനോട് വിളിച്ചിട്ട് പറഞ്ഞു, കണ്ണേട്ട എനിക്ക് തീരെ പറ്റുന്നില്ല, എന്തൊക്കെയോ പോലെ തോന്നുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് വിറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണേട്ടൻ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ടെമ്പറേച്ചർ വാസ് സംവെയർ അറൌണ്ട് 38 പോയിന്റ് സംതിങ്ങിലേക്ക് പോയി. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞു, ഒരു കഫ് ആൻഡ് കോൾഡിന്റെ രീതിയിലുള്ള പനി വരികയാണെന്ന്, നമുക്ക് പെനഡോൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ പെനഡോളിന് പകരം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡോളോ 650 ഉണ്ടായിരുന്നു. ഡോളോ 650 കഴിച്ചു. ഡോളോ 650 കഴിച്ചിട്ട് കിടന്നു. ആൻഡ് ഒരു 15-20 മിനിറ്റ്സിൽ എനിക്ക് വിശർക്കാൻ തുടങ്ങി. വിശർത്ത് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ. എന്നുവെച്ചാൽ അടുത്ത ദിവസം എനിക്ക് കാര്യങ്ങളുണ്ടേ. അടുത്ത ദിവസം എന്ന് പറയുന്നത് ഈവന്റ് ആണ്, എന്താണ് പറയുക, എല്ലാം പ്രിപ്പയർഡ് ആണ്. എനിക്ക് ഇനി ഭക്ഷണം ഉണ്ടാക്കണം, കുക്കിങ്ങിന്റെ പ്രോസസ്സ് തുടങ്ങണം, വൈകുന്നേരം ഈവന്റ് തുടങ്ങും. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ അതിന്. അപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ എന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, രാവിലെ ആകുമ്പോഴേക്കും ദിസ് വിൽ ബി ഓക്കെ എന്നുള്ള രീതിയിൽ. പക്ഷെ രാവിലെയും എനിക്ക് ഒരു രക്ഷയില്ല. പനിന്ന് പറഞ്ഞാലും പോരാ, സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ പഞ്ചിട്ടേ ഇല്ല. അത് വെൻസ് അപ് ടു 41-42 ഒക്കെ പോണ പോലുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോ കണ്ണേട്ടൻ ഓഫീസിൽ പോയിണ്ടായിരുന്നു. കണ്ണേട്ടന്റെ മനസ്സിലും സാധാരണ ഒരു പനിയാണ്, അവൾ എണീക്കും എന്നുള്ള രീതിയിലാണ്. എനിക്ക് നിൽക്കണില്ല. എനിക്ക് അപ്പോ ഞാനിങ്ങനെ കണ്ണേട്ടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനിയും വൈകിക്കണ്ട, കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈവന്റ് ക്യാൻസൽ ചെയ്യാം, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാല് ലാസ്റ്റ് മിനിറ്റ് വരയ്ക്കും എടുത്തിട്ട് പോണ്ട എന്ന് പറഞ്ഞു. എനിക്ക് ഈ പറയുന്ന സമയം കൊണ്ട് എനിക്ക് എന്റെ ശരീരം ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ എന്റെ നത്തിങ് ഇസ് വർക്കിംഗ്. മൈ ബ്രെയിൻ എന്തോ നല്ല ഭാഗ്യം കൊണ്ട് ഒരു സീഷറോ ഇല്ലെങ്കിൽ ഒരു ഇതൊന്നും വരാതിരുന്നത്. എനിക്കൊന്നും ഇറ്റ് വാസ് നോട്ട് ഗെറ്റിംഗ് ഇൻ ടു മൈ ഹെഡ്. ഇതൊന്നും എനിക്ക് തലയുടെ ഉള്ളിലേക്ക് പോണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് ബോധം തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഓർഗനൈസേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ക്യാരി ഓൺ ചെയ്തോളൂ, എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് വരാൻ പറ്റുന്നു തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിത് എന്താ സംഭവം എന്നറിയില്ല. രണ്ടാമത്തത്, ഞാൻ വന്നു കഴിഞ്ഞാലും ഇതൊരു ബാക്കിയുള്ളവർക്ക് ഒരു ഹെൽത്തിനൊരു ഇഷ്യൂ ആവും.
എന്ന് വെച്ചാൽ എൻ്റെ ഇൻഫെക്ഷൻ, എനിക്ക് ഇൻഫെക്ഷൻ ആണോ എന്താണെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. പക്ഷെ എന്നാലും അതൊരു പ്രശ്നമാവണ്ട ബാക്കിയുള്ളവർക്ക്. സോ ഐ എം ബാക്കിംഗ് ഔട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു സ്ഥിതിയും സിറ്റുവേഷനും എല്ലാം കൂടി കണ്ടപ്പോൾ അവർ പറഞ്ഞു നോ പ്രോബ്ലം, ലെറ്റ്സ് യു ടേക്ക് കെയർ, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്നെ കണ്ണേറ്റം വന്നതിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടറെ അടുത്തേക്ക് പോയ സമയത്ത് അവർ ടെസ്റ്റ് ചെയ്തു. സോ ഇൻഫ്ലുവൻസ എ ആയാലും ബി ആയാലും സി ഡി ആയാലും അവർ കോവിഡ് പോലെ തന്നെയാണ് നമ്മൾക്ക് നേസൽ ആൻഡ് ത്രോട്ട് എന്നാണ് എടുക്കുക. അവർ സാമ്പിൾസ് കളക്ട് ചെയ്യുക. ആൻഡ് അത് ചെയ്തു. അപ്പോൾ എന്താണ് പറയുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഇനി എന്താണ് ഒന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് പറയുക, ഇഞ്ചെക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. സലൈനിൽ കൂടെ അവർ IV കയറ്റിയിട്ടുണ്ടായിരുന്നു ഫീവർ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട്. ശ്വാസം മുട്ട്, ഞാൻ എപ്പോഴും കണ്ണേട്ടനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വീസിങ് ഇല്ലെങ്കിൽ ബ്രോങ്കൈറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ കോവിഡ് പോലെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെസ്റ്റിൽ വരുന്ന പോലെ വല്ല ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവൈവൽ അല്ലെങ്കിൽ അതൊന്ന് പുറത്തേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണേട്ട, എന്നെ മാതിരിയുള്ള ആൾക്കാർക്ക് എന്നൊക്കെ ഞാനിങ്ങനെ കണ്ണേട്ടനോട് പറയണ്ടായിരുന്നു. അപ്പോൾ അത് അവർ എനിക്ക് ഇത് തരുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നെബുലൈസേഷൻ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നെബുലൈസേഷനൊക്കെ തന്നു. നെബുലൈസേഷനൊക്കെ ചെയ്തു. നെബുലൈസേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പനി ഒരു ലെവലിലേക്ക് കമ്മിയായി. പനി ലെവലിലേക്ക് കമ്മിയായി കഴിഞ്ഞപ്പോൾ അവരുടെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻഫ്ലുവൻസയൊന്നുമില്ല, എവറിത്തിങ് ഈസ് സേഫ്, നോ പ്രോബ്ലം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ബ്ലഡിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അതിലും കൂടി എന്താണെന്ന് അറിഞ്ഞിട്ട് ഇതാക്കാം, ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് മരുന്നൊക്കെ തരാം, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ആ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. 4 മണിക്കൂർ കൂടുന്ന സമയത്ത് എങ്ങനെയാണ് എന്താണെന്ന് പറയാൻ അറിയാത്ത പോലുള്ള പനി വരിക. കൈയും കാലും ഒക്കെ വല്ലാണ്ട് വിറയ്ക്കുക. 3-4 പുതപ്പ് പുതച്ചിട്ടും ഒരു രക്ഷയില്ല. എനിക്ക് തീരെ വയ്യ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയും അന്നത്തെ ദിവസം കഴിച്ചു തീർത്തു. അടുത്ത ദിവസം മെഡിസിൻ ആക്കിയിട്ടും നോ രക്ഷ. ഏകദേശം ഒരു ഉച്ചയായപ്പോൾ ഞാൻ മനുവിനോട് പറഞ്ഞു എനിക്ക് ബ്ലാക്ക് ഔട്ട് ആവണ പോലെയുണ്ട് പനി കൂടിയിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു ബ്ലാക്ക് ഔട്ട് ആവേ എന്ന് ചോദിച്ചിട്ട് വേഗം വന്ന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ ഇറ്റ് ഹാസ് ഓൾമോസ്റ്റ് ഷൂട്ടഡ് ടു 42 പോയിന്റ് സംതിങ്. അപ്പോൾ അവൻ പറഞ്ഞു ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് എമർജൻസിയിലേക്ക് റഷ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ എമർജൻസിയിലേക്ക് റഷ് ചെയ്യാണ്. എനിക്ക് പോയ വഴിയൊന്നും ഓർമ്മയില്ല, എങ്ങനെയാണ് കാറുകാർ കൊണ്ടുപോയതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ആൻഡ് ഐ വാസ് ടേക്കൺ ടു എമർജൻസിയിൽ പോയി അവർ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു. ആൻഡ് അവർ ബാക്കിയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ തുടങ്ങി. അപ്പോൾ അവർ മനുവിനോട് ചോദിച്ചു ഇങ്ങനെ എന്താ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ മനു പറഞ്ഞു ഇന്നലെയാണ് ഇൻഫ്ലുവൻസയുടെ എടുത്തത്, ഇറ്റ് വാസ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് എൻ്റെ ഫോണിൽ നിന്ന് റിപ്പോർട്ടൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, എന്നാൽ കൂടിയിട്ട് സിംറ്റംസ് പ്രിവെയിലിംഗ് ഇതുപോലെ തന്നെയാണ്, അതുകൊണ്ട് എന്തായാലും ഒന്നും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മനു പറഞ്ഞു നോ പ്രോബ്ലം, ക്യാരി ഓൺ, ഇനി ഏത് ടെസ്റ്റ് ഉണ്ടെങ്കിലും ക്യാരി ഓൺ. അപ്പോൾ കണ്ണേട്ടനൊന്നുമില്ല കേട്ടോ, അപ്പം മോൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് മോൻ ഓക്കെ ക്യാരി ഓൺ എന്ന് പറഞ്ഞു. അങ്ങനെ ദേ ടുക്ക് എഗെയിൻ ഇൻഫ്ലുവൻസ അവർ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവായിരുന്നു. അപ്പോൾ ഓരോ ആസ്പത്രിയെ നമ്മൾ കുറ്റം പറയേ ഇല്ലെങ്കിൽ ഇന്നൊരു ആസ്പത്രി ശരിയാണ് അങ്ങനെയല്ല. മേ ബി ആ ഇൻക്യുബേഷൻ ടൈം അവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, ഇവിടെ ആയിരിക്കാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവർ എനിക്ക് ബാക്കിയുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ തന്നു. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻഫ്ലുവൻസയ്ക്ക് തരുന്ന മരുന്നുണ്ടല്ലോ, ഇത് മരുന്ന് കണ്ടുപിടിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇൻഫ്ലുവൻസയ്ക്ക് തരുന്ന മരുന്നുണ്ടല്ലോ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എഫക്റ്റ് ആവുക. ഓക്കെ, സംഭവം അത് കഴിക്കണം, പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലവർക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടുതലാണ്. അതായത് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് കണ്ടുവരുന്നുണ്ട്. അപ്പം ഛർദി, വോമിറ്റിങ്ങിൻ്റെ ഹൈറ്റ്, നോസിയേറ്റിംഗ് ഫീലിംഗ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളിലെല്ലാം ഏറ്റവും നല്ലൊരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ചാൽ
എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ കണക്കാക്കിയും കരുതിയും വെച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഭക്ഷണം കഴിക്കും എന്നുള്ളതായിരുന്നു. ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഐ വാസ് ഈറ്റിംഗ് ആൻഡ് ഈറ്റിംഗ് ആൻഡ് ഈറ്റിംഗ്. ഓവർ ഈറ്റിംഗ് അല്ല, എല്ലാ 2 hours കൂടുമ്പോഴും ഞാൻ എന്നെ തന്നെ ഞാൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. ഒരു ദോശ, 2 ഇഡ്ഡലി, കുറച്ച് ചോറ്, അങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് പറയുക, മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ പനിയും കാര്യങ്ങളൊക്കെ ഡൗൺ ആയി. പക്ഷെ കുട്ടികളെ, എനിക്ക് ഉറക്കം വന്നില്ലായിരുന്നില്ല. യു നോ ദാറ്റ് ഐ ഡിഡ് നോട്ട് സ്ലീപ്പ് ഫോർ 6 days. ജസ്റ്റ് കണ്ണിങ്ങനെ വൈഡ് ഓപ്പൺ, തുറക്കുക, കണ്ണിങ്ങനെ എന്താ പറയുക, ഉണ്ടക്കണ്ണ് മിഴിച്ചിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഒരു പൊട്ട് ഉറക്കം പോട്ടെ, കോട്ടുവായ കൊതിയായി. കോട്ടുവായ വരാൻ, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയാൻ, ഒന്ന് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ലേ. മിണ്ടാണ്ട് ഇങ്ങനെ കിടക്കുക, കണ്ണും തുറന്ന്. എല്ലാവരും ഉറങ്ങുന്നുണ്ട്, ഞാനിങ്ങനെ കണ്ണും തുറന്ന് കിടക്കുന്നുണ്ട്. രാവിലെയും കണ്ണും തുറന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് ഉറങ്ങാനേ പറ്റില്ല. കണ്ണടയണ്ടേ, കണ്ണൊന്നാ ഒന്ന് പൂട്ടിപ്പോണ്ടേ. ഇത്രയും മരുന്ന് കഴിക്കണതല്ലേ, എന്നാ ഒന്ന് അടഞ്ഞു പോണ്ടേ. ഇങ്ങനെ കിടക്കന്നെ, ഉറങ്ങാൻ കുത്തിയായി എന്ന് പറയില്ലേ, അതുപോലെയായി കാര്യങ്ങൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് രാത്രി അനുഭവപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ നമ്മൾ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മൊബൈലൊന്നും നോക്കണില്ല, ഒക്കെ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഉറങ്ങണം, കണ്ണ് അടച്ച് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കല്ലേ, ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഒരു വളരെ വ്യത്യാസമായിട്ടുള്ള അനുഭവം കേട്ടോ. എനിക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ഇങ്ങനെ കിടക്കുക, ഉള്ളിൽ ഇങ്ങനെ വീണ്ടും കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരും, ഇങ്ങനെ. അപ്പൊ നമ്മൾ ഞെട്ടി എണീക്കൊന്നുമല്ല, മൊത്തത്തില് കണ്ണടച്ച് നമ്മൾ തന്നെ അടച്ചു കിടക്കുകയുണ്ടല്ലോ. പിന്നെ ഇനിയിപ്പോ എന്ത് എണീക്കാനുള്ളത്? ഇങ്ങനെ എനിക്ക് ഈ ഭാഗമൊന്നും വരാത്ത പോലെ, കയ്യും കാലും ഒന്നും വരാത്ത പോലെയൊക്കെ. ആകെ എനിക്ക് ആരടുത്താ ചോദിക്കണ്ടേ, ഇത് എന്താ ചെയ്യണ്ടേ? പിന്നെ ഞാൻ ഈ ഗൂഗിൾ നോക്കൽ നിർത്തിയിട്ടുണ്ട് കുറെ കാലമായി. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ആകെ ഒരു വല്ലാത്ത ഓക്കെ, ലെറ്റ് ദ ബോഡി റിക്കവർ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ വിട്ടു. ഇതപ്പോൾ കുഴപ്പമില്ല, എണീറ്റു, ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല, തൊഴിലാണ്, എവറിത്തിങ് ഈസ് ഓക്കെ, കെയിം ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് എനിക്ക് എൻ്റെ ആ ഒരു ബ്രോങ്കൈറ്റൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ആ ഒരു ടൈം പീരിയഡ് ഓഫ് ബ്രോങ്കൈറ്റൽ മാത്രമാണ് എടുക്കുന്നത്. ബാക്കി കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ മക്കളെ, വലിയ ആൾക്കാർക്ക് വരുന്നത് ഇസ് ഫൈൻ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നോക്കാൻ പറ്റും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് വരിക. പക്ഷെ ചെറിയ കുട്ടികൾക്ക് അവർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണ് അതൊരു പന്തികേടായിട്ടുള്ള പനിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് റീച്ച് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പെനഡോൾ കൊടുത്തുകൊണ്ടിരിക്കരുത്, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് റീച്ച് ആവണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഫീവർ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് 40, 41, 42 മിനിമമാണ്. സോ ഇത് ചെറിയ കുട്ടികൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല, അതൊരു ഫിക്സ് ആയിട്ട് മാറും, സീഷ്യേഴ്സ് ആയിട്ട് മാറും. സോ പ്ലീസ് ദയവ് ചെയ്ത് ലൈറ്റായിട്ട് കാണരുത്. അതൊരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണ്. ഇറ്റ് ഈസ് റിയലി ടെറിബിൾ. ആ ഒരു ടെറിബിൾ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ടെറിബിൾ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഇതാ കാര്യങ്ങളൊക്കെ നോക്കുന്നു, നടക്കുന്നു, പക്ഷെ ആ ഒരു എനർജി ലെവലൊന്നും തിരിച്ചു വന്നിട്ടില്ല, തിരിച്ചിതുവരെയും കിട്ടിയിട്ടില്ല. പിന്നെ എന്തൊക്കെയൊക്കെയോ കഴിക്കാൻ തോന്നും, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ വീണ്ടും എനർജി റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ ഇതൊക്കെയായിരുന്നു വീഡിയോസ് ഒന്നും ഇടാത്തതിൻ്റെയും വീഡിയോസ് ഒന്നും ചെയ്യാത്തതിൻ്റെയും മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ സൂക്ഷിച്ചിരിക്കുക. ഇറ്റ്സ് എ ഫ്ലൂ സീസൺ. ഏതൊരു രാജ്യത്താണ് നിങ്ങളെന്നുണ്ടെങ്കിലും അവിടെ ഫ്ലൂ ഷോട്ട് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ
ഫ്ലൂ ഷോട്ട് എടുത്തിരിക്കണം. ചെയ്യാത്ത തെറ്റാണ്. എടുത്തിരുന്നു, ഞങ്ങൾ ഒരു 4 കൊല്ലം മുമ്പൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, വിട്ടുപോയി. ഈ പറയുന്ന 4 കൊല്ലത്തിലൊക്കെ ഫ്ലൂ ഷോട്ട് എടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഒരു രാജ്യത്ത് ഫ്ലൂ ഷോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫ്ലൂ ഷോട്ട് എടുത്തിരിക്കണം. ദാറ്റ് ഈസ് കമ്പൽസറി. ഇപ്പോൾ ബാക്കി എല്ലാവരും ഫ്ലൂ ഷോട്ട് എടുത്തു. ഫ്ലൂ ഷോട്ട് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു 3 ദിവസം വയ്യാതാവും. അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫ്ലൂ പോലെ തന്നെയുള്ള സിംറ്റംസ് കാണിക്കും. പക്ഷേ ഇറ്റ്സ് സേഫ്. എന്തായാലും ഈ മാസങ്ങൾ, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ആണ് ഇതിൻ്റെ ഏറ്റവും പീക്കായിട്ട് വരിക. സോ പ്ലീസ് ദയവ് ചെയ്ത് ഫ്ലൂ ഷോട്ട് അവൈലബിൾ ആണെങ്കിൽ എടുക്കുക. അതുകൊണ്ടൊരു തെറ്റില്ല. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവയർനെസ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. സീരിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കണക്കാക്കണം. ഇറ്റ് ഈസ് റിയലി ലൈഫ് ത്രെറ്റനിങ് ഇഫ് നോട്ട് ട്രീറ്റഡ് പ്രോപ്പർലി. ആ എത്തിക്കേണ്ട സമയത്ത് ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള സമയം മിസ്സായിട്ട് നമ്മൾ തന്നെ അതിനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇറ്റ് വിൽ ടേക്ക് യു ടു അനദർ ലെവൽ. ഓക്കെ, സോ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഭക്ഷണങ്ങൾ എല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കാനും ഇടാനും ഞാൻ നോക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഒന്നും കൂടി പറയുന്നു, ഫ്ലൂ ഷോട്ട് അവൈലബിൾ ആണെങ്കിൽ ഫ്ലൂ ഷോട്ട് എടുക്കുക. കമ്പൽസറി, ഇറ്റ്സ് എ മസ്റ്റ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye-bye.